ഈ കാണുന്നത് ഒരു ബോക്സാണ് കേട്ടോ, നല്ലൊരു അടിപൊളി ബോക്സാണ്. അപ്പോൾ ഈ ബോക്സ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ ടാസ്ക്. ഞാൻ ഈ ബോക്സിന്റെ ഒരു ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇതൊരു ക്യാൻവാസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്താലോ. ബ്ലാക്ക് ക്യാൻവാസ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ മൊത്തമായിട്ട് ബ്ലാക്ക് പെയിന്റ് ഒക്കെ അടിക്കണ്ടേ. ഇതാവുമ്പോൾ എളുപ്പത്തിൽ കാര്യം നടക്കുമല്ലോ. നല്ല ക്വാളിറ്റി ഉള്ള ബോക്സ് ആണ് കേട്ടോ. ഇനി നമുക്കിതിൽ പെയിന്റ് ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പെയിന്റിംഗ് ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. പെയിന്റിംഗ് ഒട്ടും അറിയാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന പെയിന്റിംഗ് ആണ്. അതേപോലെ പിള്ളേരുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ, അവർക്ക് നല്ല ഈസി ആയിരിക്കും ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് പേസ്റ്റൽ കളേഴ്സ് ഉണ്ടായിരുന്നോ, എന്നാൽ അത് മൊത്തം അങ്ങ് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പെയിന്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. എപ്പോഴും എനിക്ക് പെയിന്റ് ചെയ്യാനായിട്ട് ഭയങ്കര മടിയാണ് കേട്ടോ. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയായില്ലെങ്കിലോ അങ്ങനെയൊക്കെ ഒരു ഡൗട്ടാണ്. ഈ ഒരു ടൈപ്പ് പിന്നെ ആ ഒരു പേടി വേണ്ട. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടമുള്ള ഡിസൈൻ അങ്ങ് വരച്ചു കൊടുത്താൽ മതി. കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിത് അങ്ങനെ ഓരോ കോർണറിലായിട്ട് 2-3 കളേഴ്സ് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഇഷ്ടമുള്ള കളർ വെച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ പെയിന്റ് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ ചെയ്യാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഈ ബോർഡറൊക്കെ അങ്ങ് വരച്ചു കൊടുക്കുക കേട്ടോ. ക്യാൻവാസിന്റെ സൈഡ് ഭാഗമൊക്കെ ആദ്യം തന്നെ അങ്ങ് കവർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നങ്ങളില്ലാണ്ട് നമുക്ക് ഈസി ആയിട്ട് പെയിന്റ് അടിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു പെയിന്റിങ് കാണുമ്പോൾ നല്ലപോലെ പെയിന്റിങ് അറിയുന്നവർക്കൊക്കെ വലിയ കാര്യമായിട്ടൊന്നും തോന്നില്ലായിരിക്കും. എന്നാലും നമ്മൾ പെയിന്റിങ് അറിയാത്തവർ ഇങ്ങനെയൊക്കെ ചെയ്യട്ടെ എന്ന്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കയ്യിലുള്ള എല്ലാ കളറും യൂസ് ചെയ്തിട്ടാട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇതേ പെയിന്റിങ് തന്നെ നിങ്ങൾക്ക് വൈറ്റ് ക്യാൻവാസിലും ചെയ്യാം കേട്ടോ. ലാസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന വൈറ്റ് പെയിന്റ് മാറ്റിയിട്ട് ബ്ലാക്ക് കളർ പെയിന്റ് ആക്കി കഴിഞ്ഞാൽ വൈറ്റ് ക്യാൻവാസിൽ ഇത് ചെയ്യാം കേട്ടോ. നല്ല ഭംഗി ഉണ്ടായിരിക്കും കാണാൻ. അപ്പോൾ വൈറ്റ് ക്യാൻവാസ് ഉള്ളവർ അങ്ങനെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വൈറ്റ് കളർ പെയിന്റ് എടുത്തിട്ട് ഇങ്ങനെ ഒരു തണ്ടും കുറച്ച് ലീവ്സുമാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വൈറ്റ് കളർ മാറ്റിയിട്ട് ഇതിന് പകരം ബ്ലാക്ക് കളർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് ക്യാൻവാസിലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഈ വൈറ്റ് കളർ പെയിന്റ് ഒറ്റ കോട്ട അടിച്ചു കൊടുക്കുന്നുള്ളൂ. ഒറ്റ കോട്ട അടിച്ചപ്പോൾ തന്നെ ഭംഗിയായിട്ട് തോന്നി. അപ്പോൾ ഞാനിങ്ങനെ ഒറ്റ കോട്ട അടിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ലൈറ്റ് ആയിട്ട് കണ്ടാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതേപോലെ തന്നെ കുറച്ച് ലീവ്സ് നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വരച്ചു കൊടുക്കാം. ഇനി ഇതിങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ കുറച്ചുകൂടെ പ്ലെയിൻ ആയിട്ട് തോന്നി. വേണമെങ്കിൽ നിങ്ങൾക്ക് അടുത്ത 2 കോർണേഴ്സിലും കൂടി ഇതേപോലെ ലീവ്സ് വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ ചെറിയ ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുക്കും. അതും വൈറ്റ് കളർ പെയിന്റ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഡോട്ട്സ് എളുപ്പത്തിൽ ഇടാനായിട്ട് പെയിന്റ് ബ്രഷ് പെയിന്റിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പല വലിപ്പത്തിലുള്ള ഡോട്ട്സ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിൽ നിറയെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ പെയിന്റ് ചെയ്ത ഭാഗത്തും പെയിന്റ് ചെയ്യാത്ത ഭാഗത്തും എല്ലായിടത്തും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പെയിന്റിങ് ഫിനിഷ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പോൾ ഇങ്ങനത്തെ ബോർഡ്സോ അല്ലെങ്കിൽ ക്യാൻവാസോ ഒക്കെ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി ആരും പെയിന്റിങ് അറിയില്ല എന്ന് വിചാരിച്ചിരിക്കണ്ട കേട്ടോ. ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതിനേക്കാളും ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.